തോമാച്ച തോമാച്ചാന്റെ തലയെടുക്കാൻ പൂക്കോയി ഇറക്കി തൊരപ്പൻ ബാസ്റ്റ്യൻ. തലയെടുക്കാൻ തോമേടയിൽ കൊണ്ടൊരാള്. അതാര് തോമാച്ച? ചോട്ടു 10 മീന്തല എന്ന ലെവൻ കടിച്ചോണ്ട് വന്ന്. അപ്പൊ ഇന്ന് പൂക്കോയുടെ വീട്ടിൽ ചോട്ടു ഫ്രൈ. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. എന്നാ തോമാച്ചന് ഊതു. അല്ല തോമാച്ച, എനിക്ക് അറിയാൻ മേലാണ്ടിരിക്കുക. തോമാച്ച മുട്ടനാടിന്റെ ചങ്കിലെ ചോരയാണോ കുടിക്കുന്നത് അതോ ആട്ടുംകാട്ടാണോ കഴിക്കുന്നത്? ഓ, എന്നാ നാട്ടമായത്. അയ്യോ. പൊന്നമ്മച്ചി. എന്താ തോമാച്ച? പൊന്നമ്മച്ചി, ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിയിട്ട കടുവ കടുവ എന്ന് വിളിക്കുന്ന തത്തുമ്മ എന്തി? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അതിനെ ഇന്നലെ രാത്രി 7 മണിയായപ്പോ ഒരു കടുവ വന്ന് പിടിച്ചോണ്ട് പോയി. അപ്പൊ പൊന്നമ്മച്ചി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സീരിയല് തുടങ്ങി കഴിഞ്ഞാ പിന്നെ കടുവ അല്ല കൽക്ക് വന്നാ പോലും ഞാൻ അറിയത്തില്ല. ഓഹോ. അപ്പോൾ ചത്തത് ഭീമനെങ്കിൽ കൊന്നത് ബീജകൻ തന്നെ. എന്താ പറഞ്ഞു? പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഓ, അപ്പൊ നിനക്ക് ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം മാത്രമല്ല മലയാളവും അറിയത്തില്ലല്ലേ? എന്താ മനേതാ? കൊള്ളാമല്ലോ. ഇത് നീ ഉണ്ടാക്കിയതാണോ? നീ പാടുന്നതേ കേൾക്കുന്നുള്ളൂ, ഇതിനകത്തൂടെ പാട്ട് കേൾക്കുന്നില്ലല്ലോ. അയ്യോ, അതിനിത് സോപ്പുപൊട്ടിക്കകത്ത് റേഡിയോ അല്ല. പിന്നെന്താ ഇത്? സോപ്പുപൊട്ടിക്കകത്ത് ക്യാമറ. എന്താ അവിടെ ഒരു ബഹളം? മോന്റെ പുതിയ കണ്ടുപിടുത്തവാ സോപ്പോട്ടിക്കകത്ത് ക്യാമറ. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് മതി സീൻപിടുത്തം. ഞാനിത് കൊണ്ടുപോയി അടുപ്പിട്ടിട്ട് വരാം. അല്ലേ വേണ്ട, പ്ലാസ്റ്റിക്കാ, മണം വരും. ഞാനിത് കൊണ്ടുപോയി കുഴി കുത്തി മൂടിയിട്ട് വരാം. അതാ എല്ലാവർക്കും നല്ലത്. പൊന്നമ്മച്ചി, കുഴിച്ചു മൂടാനാന്നും പറഞ്ഞ് സർസിപ്പി പോയതേ തോട്ടുവശത്തെ കുളിക്കടവിലോട്ട്. പൊന്നമ്മച്ചി ഏതായാലും ഒന്ന് കരുതിയിരുന്നു കേട്ടോ. വയസ്സുകാലത്തൊരു ലീലാവിലാസങ്ങൾ.